പ്രിയമുള്ളവരെ, കൊല്ലം ശ്രീനാരായണ കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇസ്ക കൊച്ചിൻ ചാപ്റ്ററും അഗസ്ത്യവും കോളേജ് IQACയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യോഗ ദിനാചരണവും അതിന്റെ ഡെമോൺസ്ട്രേഷനുമാണ് മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഡോക്ടർ S. മഹേഷ്, IQAC കോർഡിനേറ്റർ മനോജ് സാർ, ഡോക്ടർ സഹ അധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, എല്ലാ വർഷത്തെയും ശ്രീനാരായണ കോളേജ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നടപ്പിലാക്കി വരുന്നുണ്ട്. എല്ലാ വർഷവും ജൂൺ 21 രാജ്യാന്തര യോഗ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത് 2014 ഡിസംബർ 14-നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഈ ആശയത്തെ 175 രാജ്യങ്ങൾ പിന്തുണച്ചു. ഇന്ന് ലോകം 7ാമത് അന്തർദേശീയ യോഗാ ദിനമാണ് ആചരിക്കുന്നത്. പ്രകൃതി ചൂഷണവും മലിനീകരണവും മരുന്നുകളുടെ അമിത ഉപയോഗവും മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സന്ദർഭത്തിൽ യോഗ ദിനാചരണത്തിലേക്ക് കടക്കുന്നത്. ഭാരതീയ ഋഷി വര്യന്മാർ മാനവരാശിക്കു നൽകിയ അമൂല്യമായ വരദാനമാണ് യോഗ. മനുഷ്യന്റെ ആത്മീയവും ശാരീരികവുമായ കഴിവുകളെ ഉണർത്തി സുഖവും ശാന്തിയും കൈവരിക്കാൻ യോഗയും ധ്യാനവും പരിശീലിച്ചാൽ മതിയെന്ന് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു. പുഷ്യമിത്ര രാജാവിന്റെ ആവിഷ്കർത്താവ്. അദ്ദേഹത്തിന്റെ യോഗസൂത്രം എന്ന കൃതിയിലാണ് യോഗയെപ്പറ്റി വിവരിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും പോസിറ്റീവായ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും യോഗ സഹായിക്കുന്നു എന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ദീർഘമായി ശ്വാസമെടുക്കുമ്പോൾ തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുന്നു. ഇത് ഈ നിരീക്ഷണത്തിൽ നിന്നാണ് പ്രത്യേകിച്ചും മനുഷ്യ ശരീരത്തെ വൈറസുകൾ ആദ്യമായി ആക്രമിക്കുന്നത് ശ്വസന വ്യവസ്ഥയെ ആണെന്നിരിക്കെ പ്രാണായാമ ശ്വസന രീതികൾ ഇവയുടെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യോഗാസനങ്ങൾക്കൊപ്പം ആഹാരനിഷ്ഠ കൂടി പുലർത്തിയാൽ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും നിയന്ത്രിക്കാനും കഴിയും. അതോടൊപ്പം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ആന്തരിക മാലിന്യങ്ങളെ നീക്കി ശുദ്ധി വരുത്താനും അങ്ങനെ ശരീരത്തെയും മനസ്സിനെയും വിമലീകരിക്കാനും നിത്യവുമുള്ള യോഗ സഹായിക്കുന്നു. പേശികളുടെയും സന്ധികളുടെയും ആരോഗ്യം, ഹൃദയാരോഗ്യം, പ്രമേഹ നിയന്ത്രണം, ചീത്ത കൊളസ്ട്രോളിന്റെ നിയന്ത്രണം, ശരീരഭാരം കുറയ്ക്കൽ എന്നിവയ്ക്കെല്ലാം യോഗ സഹായിക്കുന്നതിനാൽ ആരോഗ്യത്തിന്റെ ശാസ്ത്രമായാണ് യോഗ ഇന്ന് അറിയപ്പെടുന്നത്. യോഗാസനത്തിൽ അനേകം ആസനങ്ങൾ ഉണ്ടെങ്കിലും ഓരോ ആസനത്തിൻ്റെയും പൂർണ്ണതയിൽ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന നിശ്ചലതയാണ് യോഗമായി മാറുന്നത്. യോഗയ്ക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ആവിർഭവിക്കുന്നതിന് മുമ്പേ അവയെ തടയാൻ കഴിയും. യോഗ
കർമ്മകുശലത പ്രദാനം ചെയ്യുന്നു. ഹൃദയങ്ങൾ തമ്മിലും ആത്മാവുകൾ തമ്മിലും വാക്കുകൾക്കതീതമായ ആശയവിനിമയം യോഗ സാധ്യമാക്കുന്നു. സ്വന്തം ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കാനുള്ള ഒരു വ്യായാമം എന്നതിലുപരി പ്രകൃതിയിൽ എല്ലാ ജീവികളും ഒന്നാണെന്ന അടിസ്ഥാന സത്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഉപാധി കൂടിയാണ് യോഗ. 84 ലക്ഷം ആസനങ്ങളെ പറ്റിയിട്ടാണ് യോഗശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. പക്ഷെ 84 ആസനങ്ങൾ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത് ഉണ്ടാക്കുന്ന ഗുണങ്ങൾ ചില്ലറയല്ല. യോഗാസനങ്ങളുടെ പേരുകൾ തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ വൃക്ഷാസനം, മയൂരാസനം, ശശാങ്കാസനം, ഭുജംഗാസനം, ഏതാസനം എടുത്താലും പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒന്നാണ് യോഗ എന്ന് പറയുന്നത്. ആഗോള താപനത്തിന്റെയും പ്രകൃതി ത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. സമത്വത്തിലേക്കും സാഹോദര്യത്തിലേക്കും എത്താനുള്ള മാർഗമെന്ന നിലയിൽ യോഗ ഭാരതത്തിന്റെ അഭിമാനമായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വ്യായാമം യോഗ അത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ ഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ അന്താരാഷ്ട്ര യോഗാ ദിനം കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Sunil Kumar sir. Hari sir. Sir. Hari sir, Vishnudev Agastyan അവർ ഡെമോയിലായിരിക്കും തുടങ്ങുന്ന ഡെമോൺസ്ട്രേഷൻ ലൈവ് ആണ്. ഡോക്ടർ മഹേഷ് വന്നിട്ട് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മതിയല്ലോ. അതെ മതി. അപ്പൊ നമുക്ക് ആശംസയിലേക്ക് കിടക്കാം. ഓക്കെ. അന്താരാഷ്ട്ര യോഗാ ദിന ആചരണത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നാക് കോർഡിനേറ്ററും ഇക്കണോമിക്സ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ എസ് ജയശ്രീ ടീച്ചർ സംസാരിക്കുന്നു. ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. Hello, can you hear? Hello, കേൾക്കാമല്ലോ? Okay. Good morning to all. Respected Principal Dr. Sunil Kumar, our guest of the day Dr. S. Mahesh, Physical Education Department Head Dr. N.J. Manoj, IQFC Coordinator Dr. Manoj, faculty from various departments, students, members of the Agastya team. As Dr. N.J. Manoj and our principal had already stated that it was in the year 2015 that UN declared June 21st as the World Yoga Day. So actually the initiative was taken by our Prime Minister by our Prime Minister Narendra Modi, and we should be very much proud of him, because since 2015 this International Yoga Day has been celebrated across the globe, mainly to enhance or to improve the physical and mental strength. Besides this, it also helps us to stay calm. It also helps to lose weight. So even though we have been celebrating this International Yoga Day for the last 7 years, I feel the importance of this yoga has increased over the last 2 years, mainly due to the pandemic situation which we are facing over the last 2 years. The only problem is here we have been celebrating it on a virtual platform. So during this period of COVID, we can see that most of our elders as well as the children, all the school going or whether it is the college students, they feel very much uncertain about their future, because they are not in a position to interact with their loved ones or to their friends. And so they develop a sort of anxiety, fear and uncertainty with respect to their future. So under such circumstances, the yoga becomes very helpful to all citizens of our nation,
whether they are elderly or the youngsters. So I feel that the SN College has realized the importance of this yoga, and 2 departments from our college are already offering certificate courses in yoga, particularly one is the physical education department and the other one is being offered by the philosophy department. So at this juncture, I would like to appreciate the efforts taken by the head and other members of the physical education department, IQAC team, and ISCA, as well as the members of the Agastya team. So I wish them all the best in this for the successful implementation of this program. Since the members from the Agastya team getting ready for the demonstration, I'm not taking much of time. Thank you. Yeah, thanks. താങ്ക് യു ജയശ്രീ ടീച്ചർ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി IQAC കോർഡിനേറ്റർ ഡോക്ടർ SP മനോജ് സാറിനെ ക്ഷണിക്കുന്നു. മനോജ് സാർ, ഓവർ. താങ്ക് യു ഹരി സാർ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ, അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, ഇന്റർനാഷണൽ യോഗ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ സുദീർഘമായ ആമുഖം നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു. ഏതാണ്ട് 250-ൽ കൂടുതൽ മെമ്പേഴ്സ് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഓരോ മിനിറ്റും പ്രഷ്യസ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഇത്തരം ഒരു മീറ്റിംഗ് ഇവിടെ ഓർഗനൈസ് ചെയ്ത നമ്മുടെ കോളേജിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും ശാരീരിക മാനസികമായ ആരോഗ്യത്തിന് വേണ്ടി എല്ലാവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ HOD മനോജ് സാറിനെയും വിഷ്ണുരാജ് സാറിനെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഒപ്പം ഇന്ന് ഇവിടെ നമുക്ക് നല്ലൊരു ക്ലാസ് നടത്താനായിട്ട് ഡെമോൺസ്ട്രേഷൻ നടത്തി യോഗയെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് നൽകാനായിട്ട് എത്തിയിരിക്കുന്ന, നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചിരിക്കുന്ന ഡോക്ടർ മഹേഷിനും ടീമിനും അഗസ്ത്യ ടീമിനും IQACയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമ്മളെല്ലാവരും മഹേഷ് സാറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രോഗ്രാമിന് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു മനോജ് സാർ. മഹേഷ് സാർ അല്പസമയം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. അഗസ്ത്യ കളരിയുടെ അധ്യാപകൻ ശ്രീ വിഷ്ണുരാജ് നമ്മളോടൊപ്പം ചേരുന്നു. ഡെമോൺസ്ട്രേഷൻ ആണ് ആദ്യമായിട്ട്. ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കുന്നതിന് വേണ്ടി അഗസ്ത്യയുടെ അധ്യാപകൻ വിഷ്ണുരാജിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു വിഷ്ണുരാജ്. നമസ്കാരം സാർ. നമസ്കാരം. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ സാർ? തീർച്ചയായും. ഓക്കെ, നമസ്കാരം. അപ്പോ എൻ്റെ പേര് വിഷ്ണുദേവ്. ഞാൻ അഗസ്ത്യൻ കളരിയിലെ ഒരു ആശാനാണ്. അപ്പോൾ നമ്മുടെ ഗുരുക്കളാണ് ഡോക്ടർ S മഹേഷ്. അപ്പം അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഈ സ്പീച്ചിലേക്ക് വന്നിട്ട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇന്ന് ചെറിയൊരു രീതിയിൽ നമ്മുടെ ഈ ഒരു നമ്മളറിയാലോ യോഗയുടെ വ്യായാമങ്ങൾ കാര്യങ്ങളെല്ലാമാണ്, അതിനെ ചെറുതായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക. ഞാനും എൻ്റെ കൂടെയുള്ള മറ്റ് വിദ്യാർത്ഥികളും എല്ലാവരുമാണ് ഇതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞങ്ങളെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞേക്കാം. എന്താണ് അഗസ്ത്യൻ കളരി? എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, നമ്മൾ യോഗയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്, കളരി എന്നുള്ള പേരാണ് കൂടുതലും കേട്ടിരിക്കാൻ തോന്നുന്നു. സോ അങ്ങനെ ചിലപ്പോൾ ഒരു ഡൗട്ടൊക്കെ വരാം. അത് അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മൾ കളരി എന്ന് പറയുന്നത് തന്നെ ഡൈനാമിക് യോഗ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ യോഗ ഇൻ ആക്ഷൻ എന്ന് പറയാം. അങ്ങനെയാണ് നമ്മുടെ കളരി വരുന്നത്. അപ്പൊ കളരി മാത്രമല്ല, ഇതെല്ലാം ആക്ച്വലി ഹഠയോഗ പ്രദീപിക, പതഞ്ജലി, യോഗസൂത്ര, ലൈക്ക് ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്കും എല്ലാം വന്നുകൊണ്ടാണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. ഞങ്ങൾ തന്നെ ആക്ച്വലി ഞങ്ങളുടെ ഗുരുക്കൾ ഡോക്ടർ S മഹേഷ്, അദ്ദേഹം ഞങ്ങൾ തെക്കൻ കളരിയാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത്. അതിൽ ഞങ്ങളുടെ ഗുരുക്കള് ക്രിയേറ്റ് ചെയ്ത ഒന്നാണ് അഗസ്ത്യം എന്ന് പറയുന്നത്. ഈ അഗസ്ത്യം എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റാണ്. ഈ അഗസ്ത്യം പ്രോജക്റ്റിനകത്ത് തന്നെ ഒരുപാട് കോഴ്സസുകൾ വരുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു 3-4 കോഴ്സസുകൾ വരുന്നു. നിത്യക്കളരി, നല്ലുടൽ, പ്രാണ, അകം. സോ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും യോഗയ്ക്ക് അതിനകത്ത് എന്തെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ആ വ്യായാമങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. നമ്മുടെ നല്ലുടലിലും എല്ലാത്തിലും നമ്മളിപ്പോ സാറ് നമ്മുടെ പ്രിൻസിപ്പൽ സാർ ആദ്യം സംസാരിച്ചതുപോലെ നമ്മുടെ പ്രാണായാമയെ പറ്റി എല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ക്ഷമിക്കണം, ഞാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഈ പ്രാണായാമസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിലുള്ള പ്രാണായാമാസ് എല്ലാം നമ്മുടെ വ്യായാമങ്ങളിലും എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ഒരു കോഴ്സ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ
അതായത് ഒരു കളരി പഠിക്കാൻ ഒരു കുട്ടിക്ക് എത്ര ഒരു 5 വയസ്സ് മുതൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും ഒരു 90 വയസ്സ് വരെയുള്ള ഒരാൾക്ക് വരെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഞങ്ങളുടെ കോഴ്സസുകൾ ഗുരുക്കൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലിപ്പോ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 60+ കോഴ്സസിന് വേണ്ടി പ്രാണ എന്ന് പറഞ്ഞിട്ട് ബ്രീത്തിങ്ങിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ മനോജ് സർ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കോവിഡ് സമയത്തും ഇമ്മ്യൂണിറ്റി കൂടണം, അല്ലെങ്കിൽ ആ ഒരു ബ്രീത്തിങ്ങിന്റെ അവയർനെസ് എല്ലാം കൊണ്ടുവന്നുകൊണ്ട് വരുന്ന ഒരു വ്യായാമ മുറയാണ് ഈ പ്രാണ എന്ന് പറയുന്നത്. അതിനോടൊപ്പം നല്ലുടൽ എന്ന് പറഞ്ഞിട്ട് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിലെല്ലാത്തിലും യോഗയും കൂടെ റിലേറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആക്ച്വലി കളരി എന്ന് പറഞ്ഞിരുന്നാലും യോഗ ഇതിൽ വരുന്നതിൽ വളരെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇന്ന് ലൈറ്റ് ആയിട്ട്, അതായത് എങ്ങനെയാണ് നമ്മുടെ ഈ യോഗാസനങ്ങൾ വരുന്നത്. പിന്നെ അതിനോടൊപ്പം ഞങ്ങൾ പറയാം, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലും FB പേജിലും എല്ലാം നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച അഗസ്ത്യം യോഗ വീക്കായിട്ട്, ഈ ഇന്റർനാഷണൽ യോഗ ഡേയോടനുബന്ധിച്ച് അഗസ്ത്യം യോഗ വീക്കായിട്ട് ഒരാഴ്ച കൊണ്ട് നമ്മുടെ 84 ആസനാസ്, ആ 84 ആസനാസും ഞങ്ങളുടെ പല ഭാഗങ്ങളിലുള്ള, ഞങ്ങൾക്ക് ഒരുപാട് ഇടങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും മുതിർന്നവരും എല്ലാം പഠിക്കുന്നുണ്ട്. അവര് എല്ലാവരും പല പല യോഗ ആസനകൾ ചെയ്ത് അയച്ചു തന്ന ഫോട്ടോ ഞങ്ങളത് ചെയ്ത് ഓരോ 84 ആസനകൾ ഇന്നോടുകൂടി നമ്മൾ ആ 84 ആസനകളും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലും FBയിലും എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിയാലും www.agasthyam.com നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ആക്ച്വലി അഗസ്ത്യം കളരി യോഗയ്ക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ യോഗ ഡേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ എന്തായിരുന്നാലും ഞാൻ ആദ്യമേ ഒരു നന്ദി കൂടി പറയുകയാണ് മനോജ് സാർ, എല്ലാവർക്കും ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും ഒരു നന്ദി അഗസ്ത്യം കളരിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമേ പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ആശാന്മാരെയും മറ്റുള്ളവരെയും വിളിക്കാം. ജസ്റ്റ് നമുക്ക് ഈ വ്യായാമങ്ങളൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട്. എല്ലാവർക്കും ഞാൻ കറക്റ്റായിട്ട് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാരണം എനിക്കത് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കറക്റ്റാ കാണാൻ പറ്റുന്നുണ്ടാവോ? കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാമല്ലോ. ഓക്കെ സാർ, ഓക്കെ ശരി. ഓക്കെ. അപ്പോൾ ലൈറ്റ് ആയിട്ട്, അപ്പൊ ഗുരുക്കൾ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ആസനകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് ഞാൻ വെൽക്കം ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുടെ ശിക്ഷകയായിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശില്പയാണ്. അദ്ദേഹമാണ് ആദ്യത്തെ ആസന ചെയ്യാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് വെൽക്കം ചെയ്യുകയാണ്. അപ്പോ അദ്ദേഹത്തിന് എല്ലാവർക്കും കറക്റ്റാ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? മുന്നോട്ട് മാറ്റിട്ടാല് സൗകര്യമായിരുന്നു. അല്പം ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഗോമുഖാസനയാണ് അദ്ദേഹം കാണിക്കാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഗോമുഖാസന എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു വർഷം നോക്കാം. ഇതാണ് ഗോമുഖാസന. ഇനി ഇതിന്റെ ഇതിപ്പോ കണ്ടു, ഇപ്പൊ അദ്ദേഹം ചെയ്തത് കണ്ടു. ഇത് ഒരു ക്ലാസ് ആയിട്ടല്ല, ഞങ്ങൾ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് അതിന്റെ ഡിസ്കഷൻസ് ഒന്നും കൊണ്ടുവരുന്നില്ല. അപ്പോ ഇതിൽ എങ്ങനെയാണ് ആ പുറകു വശം, അദ്ദേഹത്തിന്റെ കൈ അദ്ദേഹം പുറകിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് കാണാൻ സാധിച്ചിട്ടില്ല. അത് നമുക്കൊന്ന് പുറകിൽ നിന്ന് ഒന്ന് കാണാം. രണ്ട് കൈകളും ഒരുമിച്ച് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. റിലാക്സ്. ഇതാണ് ഗോമുഖാസനം. ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ആഞ്ജനേയാസനമാണ്. നമുക്കത് ആഞ്ജനേയാസനം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് കാണാം. ഇതാണ് ആഞ്ജനേയാസനം. നന്ദി ശില്പ. ഇത് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ കൂടെ വരാൻ പോകുന്ന വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള ഞങ്ങളുടെ ശിവയാണ് ഇന്ന് ആ ഒരു മറ്റ് പത്മാസനവും ബദ്ധപത്മാസനവും കാണിക്കാനായിട്ട് പോകുന്നത്. ശിവയെ ഞാൻ ഇന്ന് വെൽക്കം ചെയ്യുകയാണ്. ശിവ ആദ്യമായിട്ട് പത്മാസനം എങ്ങനെയാണ് ചെയ്യുന്നത്? പത്മാസനം എന്നുള്ളത് എല്ലാവർക്കും അവെയർ ആണ്. അപ്പോ നമുക്ക് എങ്ങനെയാണ് പത്മാസനം ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് പത്മാസനം. ഇനി ശിവ ചെയ്യാൻ പോകുന്നത് ബദ്ധ പത്മാസനമാണ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും കറക്റ്റാ കാണാൻ പറ്റുന്നുണ്ടല്ലോ? സ്ക്രീനിൽ വേറെന്തോ ആണ് വരുന്നത്.
സുനിൽ സർ, എല്ലാവർക്കും സർ സാറിന്റെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്, സാറിന്റെ പ്രസന്റേഷൻ ഓൺ ആയിട്ടുണ്ട്. സുനിൽ സർ, ഓക്കെ ആണല്ലോ, കാണാലോ അല്ലേ? കറക്റ്റ് ആയിട്ട് കാണാലോ? കാണാം. ഓക്കെ, അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ചക്രാസനമാണ്. അപ്പൊ ചക്രാസനം ചെയ്യുന്നത് ശിവയോടൊപ്പം ഗോപികയാണ് ചെയ്യുന്നത്. അപ്പൊ ഗോപികയെ ഞാനൊന്ന് വെൽക്കം ചെയ്യുകയാണ്. ഇവരെല്ലാവരും നമ്മുടെ കളരിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ്. കളരിയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, യോഗയും പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടല്ല, അതെല്ലാം റിലേറ്റഡ് ആണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം ചക്രാസനം അവരെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കാണാം. നമസ്കാരം ശിവ. അടുത്തതായിട്ട് ഗോപികയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗോപിക ചെയ്യാൻ പോകുന്നത് ആദ്യം നടരാജാസനമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നടരാജാസനം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇതാണ് നടരാജാസനം. അടുത്ത് ചെയ്യുന്നത് കപോദാസനയാണ്. കപോദാസന എന്ന് പറയുമ്പോൾ കപോദാസനയിൽ തന്നെ പല വേരിയേഷൻസ് ആണുള്ളത്. അപ്പൊ അതിലൊരു 3ഓളം വേരിയേഷൻസ് ഇപ്പോ ഗോപിക കാണിക്കുന്നതാണ്. അതൊന്ന് ഏകപാദ രാജ കപോദാസന, പിന്നെ പൂർണ്ണ കപോദാസന, നമ്മുടെ കപോദാസന. ഇത് ആണ് ഇപ്പോ ഗോപിയെ കാണിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നതാണ്. ശരി, relax. Zero. Relax. സോ ഗോപികയാണ്. അപ്പൊ ഗോപിക കപോദാസനകൾ ചെയ്തു കഴിഞ്ഞു. അടുത്തതായിട്ട് ഞാൻ തന്നെയാണ് 2-3 ചെറിയ ആസനകൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പേരുകൾ പറയാനായിട്ട് ഞാൻ ശില്പയെ ഒന്ന് വിളിക്കുകയാണ്. അദ്ദേഹമായിരിക്കും കുറച്ചൊന്ന് സംസാരിക്കുക. നമസ്കാരം. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് വീരസ്തംഭൻ. Relax. അടുത്തായി ചെയ്യാൻ പോകുന്നത് ആകരണ ധനു ആസനം. Relax. അടുത്തായി തിത്തിബാസന. Relax. അടുത്ത് ത്രിവിക്രമാസന. Relax. Next, Hanumanasana. Relax. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും ആസനകളാണ് ഞങ്ങൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്, ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ എന്ന രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്.
എല്ലാവരും കണ്ടല്ലോ അല്ലെ എല്ലാ ആസനകളും? ഓക്കെ. അപ്പോൾ ഇത് ഇത്രയും ആസനകൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ അതിൻ്റെതായ ബെനിഫിറ്റുകളും കാര്യങ്ങളും എല്ലാം ഓരോരോ ആസനകൾക്കുമുണ്ട്. ഒരു ആസനയിൽ തന്നെ പല വേരിയേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെയും ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ നേടാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ഇന്നത്തെ കാലത്ത് കളരിയും യോഗയും എല്ലാം വളരെ ആവശ്യമാണ്. നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അത് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഗുരുക്കൾ ആയിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അപ്പം ഞാൻ അഗസ്ത്യം ടീമിന്റെ പേരിൽ ഒരു നന്ദി പറയുകയാണ്. ജോയിൻ ചെയ്തിട്ടുണ്ടോ വിഷ്ണുദേവ? അതെ 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 അതെ. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ, ഡോക്ടർ എസ് മഹേഷ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? 2 മിനിറ്റിൽ ജോയിൻ ചെയ്യും. ഓക്കെ ശരി. അപ്പൊ ആ സമയം നമുക്ക് ഒരു ആക്ടിവിറ്റിയിലേക്ക് കടക്കാൻ പറ്റുമോ വിഷ്ണുദേവ്? സൂര്യ നമസ്കാരം ഒരു ഫുൾ കോഴ്സ് ഒന്ന് ചെയ്ത് കാണിക്കാൻ പറ്റും? ഈ ഒരു ഗ്യാപ്പ് സാറ് ജോയിൻ ചെയ്യുന്ന സമയം വരെ. ഡോക്ടർ എം സാർ അല്ല അല്ലേ? അപ്പോ മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കൂ. ഡോക്ടർ എസ് മഹേഷ് എന്നുള്ളതാണ് അദ്ദേഹം, ഗുരുക്കള്. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടില്ല. അല്ല, അദ്ദേഹം ആക്ച്വലി ജോയിൻ ഓക്കെ. ഒരു സെക്കൻഡ് നോക്കട്ടെ സാർ, ഒരു സെക്കൻഡ്. ഓക്കെ സാർ, അപ്പൊ നമുക്ക് സൂര്യ നമസ്കാരം ജസ്റ്റ് ഒന്ന് കാരണം നമ്മള് വിദ്യാർത്ഥികൾക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ സൂര്യ നമസ്കാരം ഒന്ന് ചെയ്ത്. അതെ, നമുക്ക് സൂര്യ നമസ്കാരം ഒന്ന് കാണാം. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ശില്പ, അദ്ദേഹമാണ് സൂര്യ നമസ്കാരം ചെയ്യുക. അപ്പൊ അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് വെൽക്കം ചെയ്യുകയാണ്. അതിനോടൊപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങളുടെ ഈ ചെയ്ത വ്യായാമങ്ങളുടെ കുറച്ച് ബെനിഫിറ്റുകൾ കൂടി ഒന്ന് പറയാം. അപ്പോഴത്തേക്കും ഗുരുക്കൾ ജോയിൻ ചെയ്യുന്നത്. അതെ. ഇതിന്റെ തന്നെ ഒരു സൈഡ് പോസ്റ്റും കൂടെ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, സൈഡും കൂടെ ചെയ്യാം. ആ മാറ്റിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും ഭംഗി. മാറ്റിലേക്ക് താങ്ക് യു. ഇനി വിശദീകരണങ്ങളാവാം സാർ. നമ്മുടെ ഈ പത്മാസന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പത്മാസന ഇപ്പൊ നമ്മൾ ചെയ്തല്ലോ, അതായത് ശിവയാണ് ചെയ്തത് പത്മാസന. അപ്പൊ പത്മാസന ചെയ്യുമ്പോഴുള്ള നമ്മുടെ ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ആംഗിൾസ്, നമ്മുടെ കാലിന്റെ ആംഗിൾസ് സ്ട്രെച്ച് ചെയ്യാനും പിന്നെ നമ്മുടെ നീസ് എല്ലാം എന്ത് ചെയ്യുന്നു, സ്ട്രെച്ച് ചെയ്യുന്ന ഒരു വ്യായാമമാണ്. ഞാൻ ഇതിന്റെ കൂടെ
സർ ഞാൻ ഞങ്ങളുടെ ഒരു നമ്മുടെ ഇപ്പൊ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ ഒരു 2-3 വ്യായാമങ്ങൾ കൂടെ ഒന്ന് കാണിക്കട്ടോ. ഇതേപോലെ നമ്മുടെ ഈ യോഗയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ പ്രാണായാമാസ് വരുന്ന ഒരു വ്യായാമമാണ്. തീർച്ചയായും പ്രാണായാമം കൂടെ. അപ്പം ഞാൻ അത് കുറച്ച് കാണിക്കാം. അത് നമ്മുടെ ഇന്നത്തെ സമയത്ത് നമ്മൾ ഒരുപാട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിന് ഞാൻ ശില്പയെ ഒന്ന് ക്ഷണിക്കുകയാണ്. അപ്പൊ നമുക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ അത് എന്താണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടുത്ത് നിന്ന് ചെയ്താൽ നന്നായി. ഇത് മതിയാവുമല്ലോ സർ? മതിയാവും. അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നല്ലുടൽ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നല്ലുടൽ എന്ന് പറയുന്ന കോഴ്സ്, നല്ലുടൽ എന്നുള്ള വേർഡ് മീനിങ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി എന്നുള്ളത്. ഹെൽത്തി ബോഡി മാത്രമല്ല, നമ്മുടെ ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് നല്ല എന്നും അഡ്രസ്സ് ചെയ്യേണ്ടത് ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡിനെയാണ്. നമ്മുടെ കളരിയിൽ ഗുരുക്കൾ കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രോഗ്രാംസിന് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ബോഡി മൈൻഡ് കോംപ്ലക്സിനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് വരുന്നത്. ആദ്യം ഞാനൊരു വ്യായാമം, ഇതിന്റെ പേര് പൂരകം എന്നാണ് വ്യായാമം. ആ വ്യായാമം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതെന്ന് കാണിക്കാം. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം. എന്തായാലും ഗുരുക്കൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു 3 വ്യായാമം ഞാൻ ചെയ്തതിന് ശേഷം ഇപ്പൊ ഗുരുക്കളും കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. തീർച്ചയായും. ഓക്കെ. അപ്പൊ ഇത് പൂരകം എന്നാണ് വ്യായാമത്തിന്റെ പേര്. അപ്പൊ പൂരകം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം കാണിക്കും. കൈകൾ തൊഴുതു പിടിച്ച് ചിൻ ലോക്ക് ചെയ്ത് കാലുകൾ വി ഷേപ്പിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇൻഹേൽ, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവധാനം കൈകൾ ഇരുവശങ്ങളിലൂടെ നേരെ മുകളിൽ തൊഴുതു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഹോൾഡ് യുവർ ബ്രെത്ത്. എക്സേൽ, സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ ഇരുവശങ്ങളിലൂടെ ആദ്യത്തെ പൊസിഷനിലേക്ക് തൊഴുതു പിടിക്കും. റിലാക്സ്. ഇതാണ് ഞങ്ങളുടെ ഒരു വ്യായാമം. പൂരകം എന്നാണ് വ്യായാമത്തിന്റെ പേര്. അപ്പൊ ഈ വ്യായാമം കണ്ടപ്പോൾ എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിൾ ആയിട്ട് കൈകളുടെ ഒരു മൂവ്മെന്റ്സിലൂടെയാണ് പോകുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ അതിനോടുപരി ഇതിൽ ഒരുപാട് ബെനിഫിറ്റുകൾ, നമുക്ക് വേണ്ട വളരെയധികം ബെനിഫിറ്റുകൾ ഉള്ള ഒരു വ്യായാമമാണ് ഈ പൂരകം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്ത് എക്സെയിൽ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞതുപോലെ നമ്മുടെ പ്രാണായാമാസ് പറഞ്ഞു, 8 പ്രാണായാമാസ് പറഞ്ഞു. 8 പ്രാണായാമാസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ പ്രാണായാമയായ ഉജ്ജായി പ്രാണായാമയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ തൊണ്ടയിലൂടെ ഓപ്പൺ ചെയ്തുകൊണ്ടുള്ള ഒരു ഉജ്ജായി പ്രാണായാമയാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിലൂടെ ഈ ഒരു ചെറിയ ഒരു വ്യായാമത്തിലൂടെ കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ കോവിഡ് വന്നതോടുകൂടി നമ്മുടെ ബ്രെത്തിനെ പറ്റി വളരെയധികം അവയർനെസ് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. ആ ബ്രീത്തിങ്ങും കാര്യങ്ങളും എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യുന്നു. ഇപ്പോൾ സ്കൂളിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. എവിടെ ഇരുന്നു കൊണ്ടും വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ ഉള്ളിലേക്ക് വരികയാണ്. ഇതിനോടൊപ്പം ഇത് മൈൻഡിനെ കാം ഡൗൺ ചെയ്യിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ടെൻഷനിലും കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു വ്യായാമമാണ്. അപ്പൊ ഇത് മൈൻഡിനെ കാം ഡൗൺ ചെയ്യിച്ച് നമ്മളെ വളരെ നല്ലൊരു സ്റ്റേറ്റിക് ആയിട്ടുള്ള മൈൻഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഇതപ്പോൾ ഇതൊരു വെറും ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല, ഒരു മെന്റലി നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യായാമമാണ് ഇത്. ഇനി രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് കുംഭകം എന്നാണ് ഇതിന്റെ പേര്. ആ കുംഭകം ചെയ്യാനായിട്ട് കാലുകൾ വൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിടിക്കുന്നു. ഞാൻ ഫോണില് മാനേജ് ചെയ്തു. മഹേഷ് ലൈവ് ഉണ്ട്, ലൈനിലുണ്ടേ. മഹേഷ് ഒന്ന് മ്യൂട്ടഡ്. ഓക്കെ. കുംഭകമാണ് ചെയ്യുന്നത്. കുംഭകം ചെയ്യാനായിട്ട് നോയിക്കോളൂ, കാലുകൾ വൈഡ് ചെയ്ത് വെച്ചു. ഇൻഹേൽ, സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിൽ തൊഴുതു പിടിച്ചു. ഹോൾഡ് ആൻഡ് സിറ്റ്. ഒരു ഹാഫ് സിറ്റ് ഇരിക്കുന്നു. അപ്പ്, എക്സേൽ, സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ ഇരുവശങ്ങളിലൂടെ ആദ്യത്തെ പൊസിഷനിലേക്ക് തൊഴുതു പിടിക്കും. റിലാക്സ്. ഇതും വളരെ സിമ്പിൾ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ, അധികം ചെയ്തു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് മാത്രമല്ല ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഇപ്പോൾ ഞാൻ പൂരകത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, സ്ട്രെസ് റിലീഫ് ചെയ്യുന്നു, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ മൈൻഡിനെ കാം ഡൗൺ ചെയ്യിക്കുന്നു. വളരെ റിലാക്സ്ഡ് ആയിട്ട്, ഇപ്പോൾ കുട്ടികൾക്കാവുമ്പോഴത്തേക്കും നമ്മുടെ പരീക്ഷാ പേടി എല്ലാം ഉണ്ടാവുമല്ലോ. ഈ ഒരു സാഹചര്യം ആകുമ്പോൾ എല്ലാവരും വീട്ടിലാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്.
അപ്പോൾ എല്ലാ സാഹചര്യത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ലൈറ്റ് ആയിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വ്യായാമം വരുന്നത്. ഇതിനോടുപരി ഇതിൽ വരുന്ന ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് ഇതൊരു കാർഡിയോ എക്സസൈസ് ആണ്. നമ്മുടെ കാലുകൾക്ക് സ്ട്രെങ്തൻ ചെയ്യുന്നു, അതുപോലെ കാലുകളിലൂടെ ഫീമറൽ ആർട്ടറി ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് കാലുകൾക്ക് ചെയ്യുന്ന ഒരു വ്യായാമം അതൊരു കാർഡിയോ എക്സസൈസ് കൂടിയാണ്. നമ്മുടെ കാലുകൾ സ്ട്രെങ്തനും ചെയ്യുന്നു. അപ്പൊ ഇത്രയും ബെനിഫിറ്റുകൾ നമ്മുടെ ഈ ഒരു വ്യായാമത്തിലൂടെ കിട്ടുന്നു. അപ്പൊ ഇതാണ് ഞാൻ ഈ ഒരു 2 വ്യായാമം കാണിച്ചത്. ഇനി ഒരു ചെറിയൊരു വ്യായാമം കൂടെ ഉണ്ട്, അതും കൂടെ ഞാനൊന്ന് പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്യാം. ഇത് ശുണ്ഡലം എന്നാണ് ഈ വ്യായാമത്തിന്റെ പേര്. അപ്പൊ ഈ ശുണ്ഡലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതുമല്ല എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ കാലിന്റെ മൂവ്മെന്റ്സിന് വരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാലിന്റെ മൂവ്മെന്റ്സ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വി ഷേപ്പിൽ നിൽക്കുന്നുണ്ട്, കാലുകൾ ഉപ്പൂറ്റി ചേർത്ത് പാദം വിടർത്തി, അതിൻ്റെതായ ഇമ്പോർട്ടൻസ്. നമ്മുടെ ബാക്ക് ബോൺ എല്ലാം കറക്റ്റ് പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ ശുണ്ഡലം ചെയ്യുമ്പോൾ കാലുകൾ ചേർത്ത് വെച്ചാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നു, ബോഡി ഇടതുവശത്തേക്ക് തിരിക്കുന്നു, അപ്പർ ബോഡി മാത്രം. എക്സെയിൽ ചെയ്തുകൊണ്ട് താഴേക്ക് വിടുന്നു, അപ്പ് ആൻഡ് ഡൗൺ. 1 2 3 4 5 6 7 8 9 10. റിവേഴ്സ് 1 2 3 4 5 6 7 8 9 10. Inhale up, body turn, exhale and down. ഇതാണ് ശുണ്ഡലം എന്ന് പറയുന്ന വ്യായാമം. ഇത് എല്ലാവർക്കും ആക്ച്വലി കണ്ടു കാണും. വളരെ, കാരണം അപ്പ് ആൻഡ് ഡൗൺ അദ്ദേഹം ചെയ്യുന്നുണ്ട്, ഹിപ്പിൽ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അവിടെ അദ്ദേഹം എക്സലേഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി എന്ത് നടക്കുന്നതാണ്, ഇൻഹലേഷൻ നടക്കുന്നതാണ്. ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹിപ്പ് ഏരിയ സ്ട്രെങ്തൻ ആവുന്നു. ഹിപ്പ് ഏരിയയിലുള്ള ഫാറ്റ് ഒക്കെ ബേൺ ചെയ്യുന്ന ഒരു വ്യായാമം കൂടിയാണ്. അത് മാത്രമല്ല നമ്മുടെ കോർ സ്ട്രെങ്തൻ ആവുന്നുണ്ട്, നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുകയാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റുകൾ നമ്മുടെ ഈ ഒരു ശുണ്ഡലം എന്ന് പറയുന്ന വ്യായാമത്തിലൂടെ ലഭിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു 3 വ്യായാമം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഒരുപാട് വ്യായാമങ്ങളുണ്ട്, ഇത് എല്ലാം റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത് മാത്രം കാണിക്കുന്നു. ഞാൻ ശില്പയ്ക്ക് ഒരു നമസ്കാരം പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഗുരുക്കളെ വെൽക്കം ചെയ്യാം. Okay, thank you, Vishnudev, Shilpa, Shiva. Thank you very much. നമുക്ക് നമ്മളുടെ ഗുരു ഡോക്ടർ എസ് മഹേഷ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. So with great pleasure and honor, I am here to welcome and introduce today's resource person, Dr. S. Mahesh. Dr. S. Mahesh is a multifaceted personality, and he has done his graduation in chemistry, master's in journalism, and his doctoral thesis on the topic influence of Kalaripayattu in curing systems. He is an expert in Tekkan Sampradayam of Kalaripayattu, Siddha medicine, Vastu Shastra, and mystical tantric practices. He has authored few books of Kalaripayattu, Vastu, and Yoga. He is a leading successful career in medicine, Vastu, and he was also awarded with 8 state awards in his creations, including short movies and documentaries. And as of now, he is involved in the epic film Kaliyan as the director and writer with Malayalam superstar Prithviraj. His brainchild Agasthyam to raise one's consciousness to a higher level through rigorous Kalaripayattu, and he is aiding many students to have great psychophysical transformation in their life. Agasthyam is also conducting online training program called Nalludal to promote teachings of Tekkan Mura and propagate Kalari lifestyle for people of all ages around the world. Mahesh is one among a rare breed of people who are an amalgamation of expert knowledge in media, Kalari, Vastu, Siddha, and Tantra. And with these words, I wholeheartedly welcome this Sarvakala Vallabhan on behalf of Department of Physical Education and IQAC of SN College Kollam, ISKA Cochin chapter, and Agasthyam to this webinar for the keynote address and presentation. Welcome, Dr. S. Mahesh. നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? എന്റെ സൗണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. ശരി. ഓക്കെ. ഞാനിന്ന് ഒരു വളരെ ലോങ് ട്രാവലിംഗ് ആയിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഒരു സ്പേസിലേക്ക് വന്നു, ഇതിനകത്ത് ജോയിൻ ചെയ്യുകയാണ്. ഞാൻ മൊബൈലിൽ നിന്ന് ട്രൈ ചെയ്തു, പക്ഷെ അതിനേക്കാളും ഒരു ബെറ്റർ സ്പേസിലേക്ക് എത്താൻ പറ്റി. അതൊരു വലിയ ഇതാണ്. ഓക്കെ, എനിവേ ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. കാരണം
ഇന്റർനാഷണൽ യോഗ ഡേ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് 7 years ആയി. അതിൽ വലിയ സന്തോഷകരമായ ഒരു കാര്യം, ഭാരതം ലോകത്തിന് സമ്മാനിച്ച അമൂല്യമായ ഒരു മാർഗം. കാരണം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും എത്രത്തോളം അവന്റെ ഇന്റലക്റ്റിനെ ഹയർ ഇന്റലക്റ്റ് ആയിട്ട് സ്വിച്ച് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ അവന്റെ ഇന്റലക്റ്റിനെ എത്രത്തോളം ഉയർത്തി അവന് മറ്റൊരു പോസിബിലിറ്റിയിലേക്ക് ഉയരാം എന്ന് വഴികാട്ടി കൊടുത്ത ഒരു ഉദ്ധാനം ചെയ്ത, ലോകത്തെ ആകെ ഉദ്ധാനം ചെയ്ത യോഗ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്കൊരു ദിവസമുണ്ട് എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു റഫ് കാൽക്കുലേഷനിൽ 5000 years പിറകിൽ തന്നെ യോഗ ഇവിടെ പ്രചാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ഓൾഡസ്റ്റ് നമ്മുടെ സിവിലൈസേഷൻസ് എടുത്തു നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ ഇൻഡസ് വാലി സിവിലൈസേഷനോ ഹാരപ്പ മൊഹാൻജദരോ സിവിലൈസേഷൻസോ എടുത്തു നോക്കിയാൽ നമുക്ക് അവിടെയെല്ലാം അതിൻ്റെ ശേഷിപ്പുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയെല്ലാം നമുക്ക് യോഗ രൂപങ്ങളിൽ ഇരിക്കുന്ന ഒരുപാട് പേരുടെ സ്ക്രിപ്റ്റ് ചിത്രങ്ങളും അല്ലെങ്കിൽ റോക്ക് കാർവിങ്സും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അത് എന്താണ് മനസ്സിലാക്കി തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിവിലൈസേഷൻ ഇവിടെ ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന സമയത്ത്, ഇൻഡസ് വാലി പോലൊരു സിവിലൈസേഷൻ, അത്രയും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉള്ളിടത്ത് അവിടെ ആ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ യോഗ പ്രചാരം നേടിയിരുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഇൻഡസ് വാലി സീൽ തന്നെയുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പശുപതിനാഥൻ എന്ന് പറയുന്ന ശിവന്റെ ഒരു ഇമേജ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു രൂപമാണ് അത്. ഇൻഡസ് വാലിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖമുദ്രയായിട്ടിരിക്കുന്ന ഒരു സീലാണ് ഈ പശുപതിനാഥൻ എന്ന് പറയുന്ന സീൽ. അപ്പോൾ ആ സിവിലൈസേഷൻസ് തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് അവിടെ ധ്യാനിച്ചിരിക്കുന്ന ഒരുപാട് പേരെ ആൾക്കാർ കണ്ടിരിക്കുന്നു. അത് കണ്ടിട്ടാണല്ലോ ആ ചിത്രപ്പണികൾ അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയധികം പഴക്കം കൽപ്പിക്കപ്പെടുന്ന ഒരു മാർഗമാണ് യോഗമാർഗം. മറ്റൊന്ന് പ്രീ വേദിക് പീരീഡ് നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പോൾ വേദിക് ആണ്, നമുക്ക് വേദിക് പീരീഡിലെ ലിറ്ററേച്ചേഴ്സ് ആണ് നമുക്ക് ഓൾഡസ്റ്റ് ലിറ്ററേച്ചർ ആയിട്ട് നമുക്ക് സാൻസ്ക്രിറ്റിൽ കാണാൻ പറ്റുന്നത്. അതിനു മുമ്പ് തന്നെ തമിഴ് ഓൾഡസ്റ്റ് ലാംഗ്വേജ് ആണ്. തമിഴ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഭാഷയാണ് തമിഴ്. അപ്പൊ തമിഴിൽ നമുക്ക് യോഗമാർഗങ്ങളെ കുറിച്ച് കാണാം. പക്ഷെ പ്രീ വേദിക് പീരീഡിൽ, വേദാസ് ഉണ്ടാകുന്നതിന്റെ പ്രീ വേദിക് പീരീഡിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ യോഗയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളമായി നമുക്ക് വേദാസിലും ഉപനിഷത്തിലും എല്ലാം കാണാൻ പറ്റും. അപ്പൊ കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദ രചനകൾക്ക് മുമ്പ് തന്നെ യോഗഭാഷ്യം ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രയും അധികം പഴക്കം കൽപ്പിക്കപ്പെടുന്ന ഒന്നാണ് യോഗ. പക്ഷെ അത് ഈ കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, പാൻഡമിക് ഇവിടെ നടക്കുന്നു, പാൻഡമിക് സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ എന്തിന് യോഗ ഇപ്പൊ പ്രസക്തമായി നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആരോഗ്യ സംഘടനകൾ അല്ലെങ്കിൽ സർക്കാരുകൾ, വികസിത രാജ്യങ്ങളുടെ സർക്കാരുകളെല്ലാം പാൻഡമിക്കിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ കുഴങ്ങി നിൽക്കുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുതിയ കുറച്ച് ഫൈൻഡിങ്സുമായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്, പാൻഡമിക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ലോകം മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, ശാരീരിക ആരോഗ്യം ഒരു സ്ഥലത്ത് ക്ഷയിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കാണുന്നത്, മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ലോകം, വേൾഡ് 3 times പിറകിലേക്ക് പോകാൻ പോകുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മെന്റൽ ഹെൽത്തിൽ നമ്മൾ 3 times പിറകിലേക്ക് പോയാൽ ഉണ്ടാകാവുന്ന പോസിബിലിറ്റീസ് എന്താണ് അതിന്റെ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, എത്രത്തോളം സ്പീഡിലാണോ മനുഷ്യന്റെ പുരോഗമനങ്ങൾ അല്ലെങ്കിൽ ഐഡിയോളജീസ് അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്, അതെല്ലാം 3 years ബാക്കിലേക്ക് പോവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിലേ അവിടെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു നേച്ചറിലേക്ക് വരാൻ പറ്റും. നമുക്ക് തന്നെ അറിയാം, നമ്മളും പല ആക്ടിവിറ്റീസിലേക്കും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാൻഡമിക് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ കുറച്ച് പിറകിലേക്ക് വലിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പല പദ്ധതികളും കുറച്ച് പിറകിലേക്ക് പോകുന്നു, അല്ലെ? ഞാൻ എൻ്റെ
ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ കാളി എന്ന് പറഞ്ഞ മൂവി നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഇനി അത് നെക്സ്റ്റ് ഒരു കംഫർട്ടബിൾ സ്പേസ് എന്ന് പറയുന്ന അടുത്ത് ഈ പാൻഡമിക് മാറുമ്പോഴേ നമുക്ക് അതിലേക്ക് പോകും. അത്രയും ഒരു 1 year ലോങ് ഗ്യാപ്പിലേക്ക് നമ്മൾ വരുവാണ്. എല്ലാ കാര്യങ്ങളിലും അതുപോലുള്ള ഒരു പിറകിലേക്ക് പോക്ക് സംഭവിച്ചിരിക്കുന്നു. അപ്പൊ മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് നമ്മൾ 3 മടങ്ങ് പിറകിലേക്ക് പോയി സഞ്ചരിച്ചിരിക്കുകയാണ് ലോകം. ഇപ്പോൾ വാക്സിനേഷൻസ് നടക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ കുറച്ച് ഫലപ്രദമായി വരട്ടെ എന്ന് ശുഭമായി ചിന്തിക്കാം. അല്ലാതെ കോവിഡിനെതിരായ നമ്മൾ ചില പ്രിക്കോഷൻസ് ഗവൺമെന്റ് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നത്, സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാം. അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇടത്തോളം നമുക്ക് അതെല്ലാം ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് കോവിഡ് പകരാതിരിക്കാനുള്ള ചില താൽക്കാലിക മാർഗങ്ങളായി നിലനിൽക്കുകയാണ്. പക്ഷേ എങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാം എന്ന് തിങ്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത്തരം വൈറസുകൾ ഇനിയും ഉണ്ടാവും. കാരണം വൈറസുകൾ ലോകമുണ്ടാകുന്നതിന്, മനുഷ്യരാശി ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായി. നമ്മളോടൊപ്പം തന്നെ വൈറസുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളൊരു സിംബയോസിസിൽ ജീവിക്കുകയാണ്. ബാക്ടീരിയാസ് ആൻഡ് വൈറസസ് ഒക്കെ നമ്മളൊരു സിംബയോസിസിലാണ് എപ്പോഴും. അപ്പോ അതുകൊണ്ട് വൈറസുകൾ പോകുന്നില്ല, പക്ഷെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അവിടെയാണ് യോഗയുടെ പ്രസക്തി നിലനിൽക്കുന്നത്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ പ്രോപ്പർ ബ്രീത്തിങ്ങിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴും അവെയർ ആയി തുടങ്ങിയിരിക്കുന്നു. കാരണം ലോകം മുഴുവൻ പറയുന്നത് ഓക്സിജൻ കുറവാണ്, ഓക്സിജൻ കിട്ടുന്നില്ല, ശ്വാസ തടസ്സം, അതൊക്കെയാണല്ലോ ഇപ്പൊ കാണുന്ന രോഗത്തിന്റെ എക്സ്പ്രഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ശരിയായ ശ്വസന പ്രക്രിയ നമ്മൾ മറന്നുപോയിരിക്കുന്നു. ഏറ്റവും ബേസിക് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ശ്വസനം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം പോലും നമ്മൾ മറന്നുപോയിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും സ്വയം ചിന്തിച്ചു നോക്കുക, നിങ്ങൾ എങ്ങനെയാണ് ശ്വസിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊരു നോസ്ട്രൽ ബ്രീത്തിങ് ആണ് നോർമലി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാവിക്കുലാർ ബ്രീത്തിങ് എന്നാണ് അതിന് പറയുന്നത്. ക്ലാവിക്കുലാർ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫുൾ ബെല്ലി ബ്രെത്ത്. ഇപ്പൊ യോഗിക് ബ്രീത്തിങ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഇൻഹലേഷൻ, ലോങ് ഇൻഹലേഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബെല്ലി ഉൾപ്പെടെ പുറത്തേക്ക് വരണം. അതിന് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്നാണ് പറയുന്നത്, ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്. അപ്പൊ ആ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ നോസ്ട്രൽ ബ്രീത്തിങ്ങിൽ മാത്രം നിലനിൽക്കുന്നു ചെറുതായിട്ട്. കാരണം നമ്മൾ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കുന്നു, ശ്വസിക്കാൻ മറന്നുപോയി. കാരണം കുട്ടിക്കാലത്ത് നമുക്ക് കൃത്യമായി അറിയാം. ഇപ്പോഴും ഒരു ശ്വാസോച്ഛ്വാസ പ്രക്രിയ എങ്ങനെ നടക്കുന്നു എന്ന് നോക്കണമെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ നോക്കുമ്പോൾ അവന്റെ ഓരോ ശ്വാസവും അവന്റെ വയറ് ഉയരുകയും താഴുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ശരിയല്ലേ? ഓരോ ശ്വാസത്തിലും അവന്റെ ബെല്ലി ബ്രെത്ത് ആണ് അവൻ ചെയ്യുന്നത്. നമ്മൾ വളർന്ന് വികാസം പ്രാപിക്കുകയും പല പല കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഈവൻ നമ്മൾ ശ്വസിക്കാൻ മറന്നുപോയി. നമുക്ക് മറ്റു പല കാര്യങ്ങളും അറിയാം, പക്ഷെ നമ്മുടെ ഈ സിസ്റ്റത്തിനെ കുറിച്ചും ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇതിന്റെ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ അവെയർ ആവാതെ പോകുന്നു. സോ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാവിക്കുലാർ ബ്രീത്തിങ് ആണ് എന്നുള്ളതാണ്, നോസ്ട്രൽ ബ്രീത്തിങ്. അത് നമ്മളൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, കാറ്റുണ്ട്, ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു എന്നുള്ള പോലെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടാണ് അതിരിക്കുന്നത്. അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ ലോങ് ബെല്ലി ബ്രെത്ത്സ് ആക്കാനായിട്ട് എല്ലാവരുടെയും മൈൻഡിൽ ഒരു അവയർനെസ് ഉണ്ടാവണം. ബെല്ലി ബ്രെത്ത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡയഫ്രമാറ്റിക് ബ്രെത്ത് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ നമ്മൾ യോഗിക് ബ്രീത്തിങ് എന്ന് പറയും. ഇന്ത്യൻ സിസ്റ്റംസ് അല്ലെങ്കിൽ യോഗിക് പ്രോസസ്സുകളിൽ നിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന് പറയുന്ന അഷ്ടാംഗ യോഗത്തിലെ പ്രാണായാമ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രീത്ത് ലൈഫ് എനർജിയെ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം. കാരണം ഓരോ ബ്രെത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈഫ് എനർജിയുടെ കാരിയേഴ്സ് ആണത്. ഓരോ ശ്വാസവും നമ്മുടെ ഉള്ളിലേക്ക് ലൈഫ് എനർജി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ശ്വസന പ്രക്രിയയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രാണൻ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് നോക്കൂ. ഒരു കുട്ടി ജനിക്കുമ്പോൾ എങ്ങനെയാണ് ലൈഫ് ഹാപ്പൻ ചെയ്യുന്നത് നോക്കിയാൽ എങ്ങനെയാണ് ലൈഫ് ഉണ്ടാകുന്നത്. ശ്വാസം, ഒരു കുട്ടി ജനിച്ച ആദ്യ ശ്വാസത്തിലാണ് പ്രാണൻ ഉള്ളിലേക്ക് വരുന്നത്, അല്ലെ? അതിനെ തുടർന്നുള്ള പ്രാണ പ്രക്രിയയിലൂടെ അയാളുടെ ലൈഫ് മുന്നിലേക്ക് പോകും. നമ്മൾ ഓരോ മൊമെന്റിലും ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഉള്ളിലേക്ക് ലൈഫ് എനർജി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ആ ലൈഫ് എനർജിയാണ് യഥാർത്ഥത്തിൽ ലൈഫ്.
അപ്പൊ അത് നമ്മൾ പ്രോപ്പറായി ആ ലൈഫ് എനർജിയെ ഇൻടേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ എങ്ങനെ ഒരു കുട്ടി ജനിക്കുന്നത് ഒരു പ്രാണൻ എടുത്തുകൊണ്ടാണ്, ഒരു മനുഷ്യൻ മരിക്കുന്നത് പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴാണ്. സത്ത് പോയി എന്ന് പറയും, അല്ലെങ്കിൽ കാറ്റ് പോയെന്ന് നമ്മൾ പറയും അല്ലെ. കാറ്റാണ് എല്ലാം. ഇപ്പോ 18 സിദ്ധാസ്, 18 സിദ്ധന്മാർ, അഗസ്ത്യർ തുടങ്ങിയ 18 സിദ്ധന്മാർ പാടുന്നു, എപ്പോഴും പാടുന്നുണ്ട്, കായമേ ഇത് പൊയ്യടാ, ഇത് കാറ്റടൈത്ത പയ്യട എന്ന്. അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡി ഈസ് എൻ ഇല്യൂഷൻ. അതൊരു വെറും എയർ ബാഗ് ആണ് എന്നാണ്. കായമേ ഇത് പൊയ്യട എന്ന് പറഞ്ഞാൽ ദ ഫിസിക്കൽ ബോഡി ഈസ് എൻ ഇല്യൂഷൻ. അത് കാറ്റടൈത്ത പയ്യട എന്ന് പറഞ്ഞാൽ അതൊരു എയർ ബാഗ് മാത്രമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ എല്ലാ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസും എന്താണ്, പ്രാണനിൽ അധിഷ്ഠിതമായിരിക്കും. അപ്പൊ പ്രാണനെ ബെറ്റർ ആയിട്ട് ഗ്ലോ ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ ഉപനിഷത്സ്, നിങ്ങൾക്ക് അറിയാമല്ലോ, 108 ഉപനിഷത്സ് ഉണ്ട്. ഉപനിഷത്ത് എന്നുള്ള വേർഡിന്റെ മീനിങ് ഉപ എന്ന് പറഞ്ഞാൽ അരികിലായി, നീ എന്ന് പറഞ്ഞാൽ നിലത്തായി, ഷത് എന്ന് പറഞ്ഞാൽ ഇരിക്കുക, വരൂ അടുത്തിരിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. ആ വേർഡിന്റെ അർത്ഥം, ഉപനിഷത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ ഉപനിഷത്തുക്കൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സായേത് അവോചം പ്രാണം പ്രപതി ഇതി പ്രാണവ ഇതം സർവം എന്ന് പറയാറുണ്ട്. ഈ കാണുന്നതൊക്കെയും ഈ മാനിഫെസ്റ്റേഷൻ, ഈ പ്രപഞ്ചത്തിന്റെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം പ്രാണനിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ഞാൻ പ്രാണനെ നമസ്കരിക്കുന്നു എന്ന് ഉപനിഷത്ത് പറയുന്നു. ഞാനിതെല്ലാം പറയുന്നത് നമ്മളുടെ ബ്രീത്തിങ്ങിലേക്ക് കുറച്ചുകൂടി ഒരു അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാം എന്നുള്ളതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ആൻസർ, ഹൗ ടു ബിക്കം ഇമ്മ്യൂൺ, എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിനെ കുറച്ചുകൂടെ ബെറ്റർ സ്ട്രോങ് ആക്കി മാറ്റാം. അവിടെയാണ് യോഗ എന്നുള്ള വേർഡിന്റെ പ്രസക്തി. എന്താണ് യോഗ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ യൂണിയൻ, കൂടിച്ചേരൽ എന്നാണ് ആ യോഗ എന്നുള്ളൊരു വാക്കിന്റെ അർത്ഥം. കൂടിച്ചേരൽ, രണ്ട് കാര്യങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നു. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ യോഗിക് പ്രോസസ്സിൽ പറയുന്നത്, എപ്പോഴും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള കൂടിച്ചേരൽ എന്ന് പറയാറുണ്ട്, ആത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരൽ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സെൽഫ് കോൺഷ്യസ്നെസ്സും ഈ സൂപ്പർ കോൺഷ്യസ്നെസ്സും തമ്മിലുള്ള കൂടിച്ചേരൽ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളുടെ തമ്മിലുള്ള യൂണിയൻ ആണ് യോഗ. അപ്പൊ യൂണിയൻ എന്നുള്ള വേർഡാണ് യോഗ എന്നുള്ള വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് അതിന്റെ റൂട്ട് എങ്ങനെ ആ വേർഡ് വന്നു എന്ന് നോക്കുകയാണെങ്കിൽ, യുജ് എന്നുള്ളൊരു വേർഡ്, യുജ് എന്ന് പറയുന്ന ബേസ് ധാതുവിൽ നിന്നാണ് യോഗ എന്നുള്ള വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. അത് നമ്മുടെ പാണിനി മഹർഷി, അതായത് സാൻസ്ക്രിറ്റ് ഗ്രമേറിയനാണ്. പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായിയാണ് സാൻസ്ക്രിറ്റിലെ ഒരു ബെറ്റർ ഗ്രാമർ ടെക്സ്റ്റ്. പാണിനി മഹർഷി അദ്ദേഹത്തിന്റെ അഷ്ടാധ്യായിയിൽ പല സ്ഥലത്ത് യോഗ സമാധൗ അല്ലെങ്കിൽ യുജിർ യോഗേ, യുജിർ സമാധൗ ഇങ്ങനെ തുടങ്ങിയ വേർഡ്സ് പലയിടത്തും പ്രയോഗിക്കുന്നു. അപ്പം യോഗ എന്നുള്ള വേർഡിന്റെ അൾട്ടിമേറ്റ് എയിം ഈ സമാധി എന്നുള്ളതാണ് വേർഡ് മീനിങ്. സമാധി എന്ന് വെച്ചാൽ യൂണിയൻ, അല്ലെങ്കിൽ സമാധി എന്നുള്ള വേർഡ് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് സ്വാമിമാര് സമാധിയായി എന്ന് പറയുമ്പോൾ ശരീരം വിട്ടുപോയ സമാധിയെ കുറിച്ചാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ സമാധിയാണ് യഥാർത്ഥത്തിൽ കൂടിച്ചേരലിന് വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്. അത് ഫിസിക്കൽ ബോഡിയിൽ തന്നെ നമുക്ക് ഈ പ്രകൃതിയുമായുള്ള വിലയം പ്രാപിക്കൽ എന്നാണ് ആ വേർഡിന്റെ അർത്ഥം. അപ്പൊ പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായിയില് ഇത്തരത്തിലുള്ള വേർഡുകൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നു. അതുകൊണ്ടാണ് യുജാണ് യോഗയുടെ ഭാവം അല്ലെങ്കിൽ ബേസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ എപ്പോഴും കരുതുന്നത് നമ്മൾ പലപ്പോഴും രണ്ടാണ്, പ്രകൃതിയും മനുഷ്യനും രണ്ടാണെന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളുടെ ജീവിതം. കാരണം നമ്മൾ തിങ്ക് ചെയ്യുന്ന എപ്പോഴും രണ്ടായിട്ടാണ് കാണുന്നത്. മനുഷ്യൻ, പ്രകൃതി, ഞാനും അതും ഒന്നല്ല എന്നുള്ള ഭാവമാണുള്ളത്. പക്ഷെ ഇത് രണ്ടും ഒന്നാണ്. നമ്മൾ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്, പ്രകൃതിയിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന ഒരു സ്പെക്ക് മാത്രമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളെ ഒരു ഗൂഗിൾ മാപ്പിൽ കാണുന്നു എന്ന് വെച്ചോ, മുകളിൽ നിന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് സൂം ബാക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ആവും, വീണ്ടും സൂം ബാക്ക് ചെയ്യുമ്പോൾ അത് ഇന്ത്യ ആവും, വീണ്ടും സൂം ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എർത്ത് കാണാം. എർത്തിനകത്ത് നമ്മൾ എവിടെയോ ഒരു സ്പെക്ക് ആയിട്ടിരിക്കുന്നു. അവിടെ ഒരു വൺനെസ് നമുക്ക് ഫീൽ ചെയ്യും, നമ്മളെ വേർതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഈ സോളാർ സിസ്റ്റത്തിന്റെ വെളിയിലേക്കും കോസ്മിക്കിലേക്കും പോകാൻ പറ്റും. അത്രയും നമുക്ക് സൂം ബാക്ക് ചെയ്ത് പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ, രണ്ടല്ല ഒന്നെന്നുള്ള ഭാവത്തിലേക്ക് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിപ്പോ
ഗൂഗിൾ കാലമായതുകൊണ്ട് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഈ യോഗ ഭാഷ്യം എഴുതിയിരിക്കുന്നത് ആരൊക്കെയാണ്? ഒന്ന് പതഞ്ജലി മഹർഷി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം 196 ശ്ലോകങ്ങൾ അടങ്ങിയ യോഗസൂത്രമാണ് യോഗ ഭാഷ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്ന്. കാരണം ആ യോഗസൂത്രം എന്നുള്ള വേർഡ്, ആ സൂത്രം എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം തന്നെ സ്ട്രിങ് എന്നാണ്, ഒരു നൂല് എന്നാണ് നമുക്ക് ആ വാക്കിന് പറയാൻ വേണ്ടി പറ്റുക, നൂൽ. അപ്പൊ യോഗസൂത്രം എന്ന് പറയുന്നത് ഒരു നൂലിൽ 196 അറിവുകൾ അല്ലെങ്കിൽ 95-96 അങ്ങനെ ചില ഒരു തർക്കം നിൽക്കുന്നുണ്ടെങ്കിലും 195 മുത്തുകൾ, അറിവിന്റെ മുത്തുകൾ കോർത്തിണക്കി ഒരു ഹാരം ഉണ്ടാക്കിയതുപോലെയാണ് പതഞ്ജലി യോഗസൂത്രം ഇരിക്കുന്നത്. അപ്പൊ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം ഇരിക്കുന്നു. സ്വാത്മാരാമ യോഗിയുടെ ഹഠയോഗ പ്രദീപിക ഒരു വശത്ത് മറ്റൊരു ഗ്രന്ഥമായിട്ടിരിക്കുന്നു. നമ്മൾ യോഗ ഭാഷ്യകാരന്മാര് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന ഒരാളാണ് വേദവ്യാസൻ. കാരണം വേദവ്യാസൻ നമുക്കറിയാം മഹാഭാരതം എഴുതിയിരിക്കുന്നു എന്നാണ് നമ്മുടെ മനസ്സിലെ ധാരണയെങ്കിലും ഭഗവത്ഗീത രചിച്ചിരിക്കുന്നത് വേദവ്യാസനാണ്. ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദം. അപ്പൊ അതിൽ ഭഗവത്ഗീതയിൽ ഒരുപാട് ഭാഗങ്ങൾ യോഗ മാർഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, യോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ അവിടെ വേദവ്യാസനും യോഗയ്ക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥകാരനാണ്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഞാൻ മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്, എന്തുകൊണ്ട് മെന്റൽ ഹെൽത്ത് ഡ്രോപ്പ് ആവുന്നു. യോഗയുടെ അൾട്ടിമേറ്റ് എയിം ഈസ് ടു ബിക്കം സമാധി എന്ന് വെച്ചാൽ, സമാധി എന്ന് വെച്ചാൽ ഒരു വണ്ണസിലേക്ക് എത്തുക, നമ്മളും പ്രകൃതിയും പ്രപഞ്ചവും രണ്ടല്ല ഒന്നാണെന്നുള്ള ഭാവത്തിൽ നിശ്ചിന്തനായി ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മളിപ്പോ എന്താണ്, നമ്മൾ ആകെ ആകുലതകളാണ് അല്ലെ, എല്ലാവരും പേടിച്ചോടി ഓടി നടക്കുക. കോവിഡ് വന്നപ്പോൾ കുറച്ചുകൂടെ നമ്മൾ പല കാര്യങ്ങളിൽ ഭയക്കുന്നു. അപ്പോ ഓരോ നിമിഷവും നമ്മൾ പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും നിങ്ങൾ പ്രസന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് ദർശിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ യോഗ എന്താണ്, അൾട്ടിമേറ്റ്ലി യോഗ എന്താണെന്ന് ചോദിച്ചാൽ യൂണിയനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് ഫിസിക്കൽ ട്രെയിനിങ് പാർട്ടിനേക്കാൾ, ട്രെയിനിങ് ദ ബോഡി എന്നുള്ളതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രെയിനിങ് ദ മൈൻഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യോഗ. കാരണം വൺസ് നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലേക്ക് എത്തുക, മനസ്സിനെ മുകളിൽ പൂർണ്ണമായ ഒരു അധീശത്വം നേടിയെടുക്കുക, മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് എത്തിച്ചാൽ ശരീരം അതിനനുസരിച്ച് ഗ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു ചെറിയ സിറ്റുവേഷൻ, നിങ്ങളിപ്പോ തന്നെ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളൊരു ദുഃഖകരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ മനസ്സിനെ അലട്ടുന്ന എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഉണ്ടായി, വളരെ ഒരു വിഷമകരമായ സമയത്തിലൂടെ 2 weeks 3 weeks കടന്നു പോയി എന്ന് വെച്ചോളൂ. നിങ്ങളുടെ ശരീരം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ ശരീരം നിങ്ങൾ എങ്ങനെയാണോ ഹാപ്പി ആയിട്ടിരുന്ന സമയത്തുള്ളത് അതുപോലെ ആയിരിക്കില്ല. കാരണം ഒന്നുകിൽ മെലിഞ്ഞോ അവശനിലയിലോ ക്ഷീണാവസ്ഥയിലോ ഒക്കെ ആയിരിക്കും. മനസ്സ് ആണ് ശരീരത്തിന്റെ എനർജൈസർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ അത് കൊണ്ട് യോഗിക് പ്രോസസ് എന്ന് പറയുന്നത് നിശ്ചിന്തമായ ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കുക. ഉപനിഷത്തിൽ തന്നെ തൈത്തിരീയോപനിഷത്തില് 3 പോർഷൻസ് ആണുള്ളത്. പിന്നെ എന്താണ്, ശിക്ഷാവല്ലി, ആനന്ദവല്ലി, ഭൃഗുവല്ലി, ഇങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആണ് തൈത്തിരീയോപനിഷത്തിലുള്ളത്. അതില് ഭൃഗുവല്ലി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഭൃഗു മഹർഷി അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള വരുണ മഹർഷിയുമായിട്ടുള്ള സംവാദമാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ അവസാനം അതിനകത്തൊരു കൺക്ലൂഷനിൽ എത്തുന്നു, ആ സംവാദത്തിന്റെ ഒടുവിൽ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണോ നമ്മുടെ റിയൽ സെൽഫിനെ, മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, അപ്പോൾ അന്നവാൻ അന്നതോ ഭവതി മഹാൻ ഭവതി പശുനാം പ്രജഭി ബ്രഹ്മവർസേന മഹാൻ കീർത്തിയ എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. വൺസ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ മാസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടും എന്നാണ് അത് പറയുന്നത്. അന്നവാൻ അന്നതോ ഭവതി, നിങ്ങൾക്കൊരു ഗുഡ് ഫിസിക്കൽ ബോഡി കിട്ടുന്നു, ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. മൈൻഡ് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ
നല്ലൊരു ഫിസിക്കൽ ബോഡി നിങ്ങൾക്ക് ഉണ്ടാവുന്നു, ഇല്ലെങ്കിൽ ഉണ്ടാവുന്നില്ല. മഹാൻ ഭവതി, നിങ്ങളൊരു ഗ്ലോറിഫൈഡ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നു. പശുനാം, വെൽത്ത് വിൽ കം ടു യു. പ്രജഭി, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ വിൽ കം ടു യു. ബ്രഹ്മവർസേന മഹാൻ കീർത്തി, യു വിൽ ബിക്കം എ ഗ്ലോറിഫൈഡ് പേഴ്സൺ. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ലൈഫിൽ നമ്മൾ ആസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൈസ ഉണ്ടാക്കുക, നല്ല ഹെൽത്തി ബോഡി ഉണ്ടാക്കുക, നല്ല ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാക്കുക, വളരെ ഗ്ലോറിഫൈഡ് പേഴ്സൺ ആവുക. ഇതൊക്കെയാണ് നമ്മുടെ ആസ്പിറേഷൻ. അപ്പൊ അതിനുള്ള ഒറ്റ ടൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു മാസ്റ്റർ യുവർ മൈൻഡ്. അപ്പൊ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗിക് പ്രോസസ്സുകൾ ആണ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്രയധികം ഇമ്പോർട്ടൻസ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യോഗ എന്നുള്ള വാക്കുകൊണ്ടും ഈ യോഗ ഡേയെ നമ്മളെ സ്പെഷ്യലൈസ്ഡ് ആക്കുന്നത്, പ്രത്യേകമാക്കുന്നത്. ഭഗവത്ഗീത എന്താണ് പറയുന്നത് വെച്ചാൽ എത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാർ എത്ര ചൈവാത്മനാത്മാനം പൈശ്യംനാത്മനി ദുഷ്യതി എന്നാണ്. കാരണം മനസ്സ് വളരെയധികം വാണ്ടർ ചെയ്ത് വളരെ ദുഃഖാകുലമായിരിക്കുന്ന ഒരു മനസ്സിനെ മാസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങളൊരു ഗ്ലോറിഫൈഡ് പേഴ്സൺ ആകൂ എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ഭഗവത്ഗീതയുടെ 6-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകമാണ് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പോ ഭൗതിക പാരവശ്യങ്ങൾ മാറണമെങ്കിൽ അതിന് നിങ്ങൾ മൈൻഡിനെ മാസ്റ്റർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡിയെ മാസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ യോഗിയായി ഭവിക്കുക എന്ന് ഭഗവത്ഗീത പറയുന്നു. ഭഗവത്ഗീത പറയുന്നു വെച്ചാൽ ശ്രീകൃഷ്ണൻ പറയുന്നു, വേദവ്യാസനിലൂടെ ശ്രീകൃഷ്ണൻ പറയുന്നു. ഈ 18 സിദ്ധാസ്, നമ്മൾ എപ്പോഴും 18 സിദ്ധന്മാരെ കുറിച്ച് ഞാൻ പറയുന്നത് കാരണം നമ്മളൊരു സത്തേൺ കളരിപ്പൈറ്റ് സ്റ്റൈൽ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അഗസ്ത്യനും 18 സിദ്ധന്മാരും ഈ അറിവുകളുടെ എല്ലാം വളരെ ഏറ്റവും ആദ്യകാല അറിവുകൾ നൽകിയത് ഒരുപക്ഷെ അവരായിരിക്കും. കാരണം സംസ്കൃതത്തിന് മുമ്പാണ് തമിഴ് ഭാഷ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വേൾഡ്സ് ഓൾഡസ്റ്റ് ലാംഗ്വേജസ് ഏതാണെന്ന് സെർച്ച് ചെയ്താൽ തമിഴ് ഒരു പ്രധാനപ്പെട്ട ഭാഷയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും പഴക്കമാർന്ന ഭാഷകളിൽ ഒന്നാണ്. അപ്പൊ അതില് 18 സിദ്ധാസ് ആൻഡ് അഗസ്ത്യ പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ ആകുമേ കേവനം അടർന്നാടും വാജിയിൽ ഏകുമേ യോഗി ഈശന് സമനാം എന്നൊരു വേർഡ് ഉണ്ട്. അതായത് എപ്പോഴാണോ നമുക്ക് യോഗിയായി നമ്മൾ ഭവിക്കുന്നത്, അപ്പൊ ഈ ഒണ്ണസിലേക്ക് എന്നെത്തുന്നു, അദ്വൈത ഭാവത്തിലേക്ക് എന്നെത്തുന്നു, അന്ന് നമ്മൾ മനുഷ്യൻ ഈശ്വരന് തുല്യനായി മാറുന്നു എന്നാണ് ആ വേർഡിന്റെ അർത്ഥം. അപ്പോ അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നമുക്ക് ഏറ്റവും അധികം സ്ട്രോങ് ആക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ബ്രീത്തിങ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തതായിട്ടുണ്ട്. യോഗിക് പ്രോസസ്സുകൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ കളരിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് പ്രാണ. എന്ന് പറഞ്ഞാൽ എങ്ങനെ ബ്രീത്ത് ചെയ്യാം, എങ്ങനെ ഈ ബോഡി മൈൻഡ് കോംപ്ലക്സിനെ അഡ്രസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ബ്രീത്ത് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനകത്ത്. കാരണം നമുക്ക് നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും സംശയമായിരിക്കും. ആൾക്കാർക്കെല്ലാം അറിവില്ല എവിടെയാണ് മനസ്സിരിക്കുന്നത് എന്നുള്ളത്. എല്ലായിടത്തും ചോദിച്ചാൽ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്, നിങ്ങളെല്ലാം ചിന്തിച്ചു നോക്കുക, എവിടെയാണ് മനസ്സിരിക്കുന്നത്? ചില ആൾക്കാർ പറയും ഇവിടെയാണ് മനസ്സിരിക്കുന്നതെന്ന് പറയും, ചില ആൾക്കാർ പറയും ഇവിടെയാണ് മനസ്സിരിക്കുന്നതെന്ന് പറയും. ഇവിടെയാണോ? ഈ ശരീരമാസകലം വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു ഫാക്ടർ. വി ഹാവ് എ ബോഡി മൈൻഡ് കോംപ്ലക്സ്. ശരീരം മനസ്സ് ഇത് രണ്ടല്ല, ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു ബോഡി മൈൻഡ് കോംപ്ലക്സിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിലെ ഇമോഷൻസ് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ സെൻസേഷൻസ് ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോ ദേഷ്യം എന്ന് പറയുന്നൊരു ഇമോഷൻ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ഫ്രോണ്ടൽ ചെസ്റ്റ് ഏരിയയിൽ സെൻസേഷൻ ആയിട്ട് അനുഭവപ്പെടും, നിങ്ങളുടെ കൈകളിൽ സെൻസേഷൻ ആയിട്ട് അനുഭവപ്പെടും. ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ, ഫേസ് മസിൽസിലൊക്കെ ആ സെൻസേഷൻസ് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ മുഖം ഇങ്ങനെ ചുളിയും, ബ്രീത്ത് കയറും, അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. പിന്നെ കൈകളിൽ ആ സെൻസേഷൻ ഉള്ളതുകൊണ്ട് എപ്പോഴും ദേഷ്യം വരുമ്പോൾ നമ്മളിങ്ങനെ കൈ എടുത്ത് സംസാരിക്കും, ഇങ്ങനെ സംസാരിക്കും. കാരണം ആ സെൻസേഷൻസ് ഇമ്മീഡിയറ്റ്ലി റിഫ്ലക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു ഫിയർഫുൾ ഒരു സിറ്റുവേഷൻ, ഒരു ഭയത്തിന്റെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ അബ്ഡോമിനൽ ഏരിയയിൽ ഒരു വയറ്റിനകത്തൊരു ഉരുണ്ടുകൂട്ടം, അല്ലേ,
പേടിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാം വയറിൽ ഒരു ഉരുണ്ട് കൂട്ടം ഫീൽ ചെയ്യുന്നില്ലേ, ഒരു സെൻസേഷൻ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഫിയർ അങ്ങനെയാണ് ബോഡിയിൽ റിയാക്ട് ചെയ്യുന്നത്. ഇനി ഡിപ്രസ്ഡ് സ്റ്റേജ് ഓഫ് മൈൻഡ്, പലരും ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഒരിടത്തും സെൻസേഷൻസ് അനുഭവപ്പെടുന്നില്ല. അവിടെ നിങ്ങളിങ്ങനെ കൂനിക്കൂടിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ സെൻസേഷൻസ് ആയിട്ടാണ് മൈൻഡ് നിങ്ങളുടെ ശരീരത്തിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ബോഡി മൈൻഡ് കോംപ്ലക്സ് ആണ്. ശരീരത്തിന്റെ നീക്കങ്ങൾ മനസ്സിനും മനസ്സിന്റെ നീക്കങ്ങൾ ശരീരത്തിനെയും ബാധിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ബ്രീത്തിങ്, ശ്വാസോച്ഛ്വാസ പ്രക്രിയയും അതുപോലെ തന്നെ. ഇപ്പൊ ശ്വാസം എവിടെ അടങ്ങുന്നു അവിടെ മനസ്സും ശരീരവും അടങ്ങുന്നു. മനസ്സും ശരീരവും എവിടെ ബാലൻസ്ഡ് ആകുന്നു അവിടെ നിങ്ങളുടെ ഈ പറഞ്ഞ ബോഡി മൈൻഡ് കോംപ്ലക്സും അതിൽ അഡ്രസ്ഡ് ആണ്. അങ്ങനെ യോഗയുടെ ഒരു ട്രാവലിംഗ് എങ്ങനെ തുടങ്ങുന്നു? നമുക്ക് 84 ആസനാസിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചു, ഞാൻ കേട്ടു, ഞാൻ മൊബൈലിലാണ് കേട്ടത്. 84 ആസനാസ് ആണ് പ്രോമിനന്റ് ആസനാസ് ഉള്ളത്. ആസന എന്ന് പറയുന്ന വിധി ഒരു ശരിക്കും പറഞ്ഞാൽ അഷ്ടാംഗ യോഗത്തിൽ 8 ലിംസ് ഓഫ് യോഗ എന്നാണ് പറയുന്നത്. 8 ലിംസ് ഓഫ് യോഗ. അഷ്ടാംഗ യോഗത്തിൽ ഒരു പാർട്ട് മാത്രമേ ആകുന്നുള്ളൂ. നമ്മൾ എപ്പോഴും ഫിസിക്കൽ ആസനാസ്, ഇപ്പൊ നിങ്ങൾ കുറച്ച് ആസനാസ് അവിടെ കണ്ടു. ആ ഫിസിക്കൽ ആസനാസ് അതിനകത്ത് വരുന്ന 8 പാർട്ടിനകത്ത് ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. 8 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഇതാണ് 8 ഭാഗങ്ങൾ. അതിനെ നമ്മൾ അഷ്ടാംഗ യോഗം എന്ന് പറയും. യമം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതൊരു എക്സ്റ്റേണൽ ഡിസിപ്ലിൻ എന്ന് ഒറ്റ വാക്കിൽ പറയാം. അതിന് ഒരുപാട് വകഭേദങ്ങൾ ഉണ്ടെങ്കിലും യമം എന്നാൽ എക്സ്റ്റേണൽ ഡിസിപ്ലിൻ. നിയമം എന്ന് പറയുന്ന ഒരു ഇന്റേണൽ ഡിസിപ്ലിൻ. നിങ്ങളൊരു യോഗിക് പ്രാക്ടീസിലേക്ക് പോകുമ്പോൾ കുറച്ച് ഇന്റേണലി കുറച്ച് ഡിസിപ്ലിൻഡ് ആവേണ്ടതായിട്ടുണ്ട്. ഒരു വാക്കിൽ പറഞ്ഞു. ആസനം എന്ന് പറയുന്നതാണ് പോസ്റ്റേഴ്സ്. അതാണ് 84 ആസനാസ്. ആസനാസിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സ്ഥിരം സുഖം ആസനം. എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് കുറേ അധികം സമയം കംഫർട്ടബിൾ സിറ്റിങ്ങിൽ കിട്ടുന്ന എന്താണോ പോസ്റ്റർ, അതിനുവേണ്ടി നമ്മൾ ആസന സിദ്ധിക്കായിട്ട് മൾട്ടിപ്പിൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ആസന. പ്രാണായാമ, ബ്രീത്തിങ് കൺട്രോൾ. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രാണനെ യമനം ചെയ്യിപ്പിക്കുക, അതാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രാണ ആയാമം, ദ എക്സ്പാൻഷൻ ഓഫ് ലൈഫ് ഫോഴ്സ് ഇൻസൈഡ് യു. അതാണ് ദ എക്സ്പാൻഷൻ ഓഫ് ലൈഫ് ഫോഴ്സ് വിത്തിൻ യു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രാണായാമം അതായത് നമ്മുടെ ഉള്ളിലെ ലൈഫ് ഫോഴ്സിനെ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാം, എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാം, എത്രത്തോളം ബെറ്റർ ആയിട്ട് അത് എക്സ്റ്റെൻഡ് ആവുമോ അത്രത്തോളം നമ്മൾ ഗ്ലോ ചെയ്യുന്നു. സോ ലൈഫ് ഫോഴ്സ് ആണ് നിങ്ങളുടെ എനർജി എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുക. ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രാണൻ ആണ് നിങ്ങളുടെ എനർജി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യമം, നിയമം, ആസനം. യമം ഒരു എക്സ്റ്റേണൽ ഡിസിപ്ലിൻ ആണ്, നിയമം ഒരു ഇന്റേണൽ ഡിസിപ്ലിൻ ആണ്, ആസനം ദ പോസ്റ്റർ ആണ്, ഏത് രീതി നമുക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രാണായാമം ബ്രീത്തിങ് പ്രോസസ് ആണ്, ബ്രീത്തിങ് പ്രോസസ്. പ്രത്യാഹാര എന്ന് പറയുന്നത് നമ്മളെ വിഡ്രോയൽ ഫ്രം സെൻസസ് എന്ന് പറയാം. നമ്മുടെ സെൻസറി ഓർഗൻസ് ആണ് നമ്മളെ ഈ രീതിയിൽ പല കാര്യങ്ങൾ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഏകഭാവത്തിലേക്ക് എത്തണമെങ്കിൽ പല ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് വരണം. അപ്പൊ അതാണ് പ്രത്യാഹാര. ദെൻ ധാരണ, കോൺസെൻട്രേഷൻ, ധ്യാനം, മെഡിറ്റേഷൻ, ആൻഡ് സമാധി, ഓൺനെസ്. അപ്പൊ ഇങ്ങനെ 8 ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ് യോഗിക് പ്രോസസ്. എന്താണ് യോഗയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബിക്കം വൺ. ഈ പ്രപഞ്ചം, ഈ പ്രകൃതി, ഇതുമായുള്ള താതാത്മ്യം. ഞാനും പ്രപഞ്ചവും രണ്ടല്ല, ഞാനും പ്രകൃതിയും രണ്ടല്ല, നമ്മൾ ഒന്നാണ് എന്നുള്ള ഒരു ഭാവം, ഏകഭാവത്തിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കാനുള്ള ഒരു മഹത്തരമായ മാർഗം ആണ് യോഗമാർഗം. പലപ്പോഴും ആധ്യാത്മികത തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വേർഡാണ് സ്പിരിച്വാലിറ്റി. കാരണം നമ്മുടെ കുറെ അധികം നല്ല ആധ്യാത്മിക ചര്യന്മാരുണ്ട്. കുറച്ച് ആൾക്കാരുടെ ഇടയിൽ അതിൽ എല്ലാ മേഖലയിലുള്ളതുപോലെയും ചില പ്രശ്നങ്ങളുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് എപ്പോഴും കുറ്റം കണ്ടുപിടിക്കാനാണല്ലോ നമ്മുടെ സൈഡിൽ താല്പര്യം കൂടുതൽ. അതുകൊണ്ട് തന്നെ ആധ്യാത്മികതയെ പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഒരു പോസിബിലിറ്റിയാണ്. മനുഷ്യന്റെ ഒരു ഹയർ ഇന്റലക്റ്റിലേക്ക് മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ആധ്യാത്മികത. ഒരിക്കലും അതൊരാളിന്റെ കപ്പാസിറ്റിയെ കുറയ്ക്കാനുള്ള ഇതല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഒരു ഹയർ ഡയമെൻഷനിലേക്ക്
മറ്റൊരു തലത്തിലേക്ക് പ്രവർത്തിക്കാനുള്ള കാര്യശേഷി ഉണ്ടാക്കിയെടുക്കുക, കരുത്തുണ്ടാക്കുക. ഇതാണ് ആധ്യാത്മികതയുടെ മാർഗം. അത് ലോകത്തിന് സമ്മാനിച്ച, ഭാരതം ലോകത്തിന് സമ്മാനിച്ച ഒരു അമൂല്യമായ നിധി തന്നെയാണ് യോഗമാർഗം. ഈ പാൻഡമിക്കിനെ ബീറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നിക് ഈസ് ടു ബ്രീത്ത് ബെറ്റർ. താങ്ക് യു. താങ്ക് യു ഡോക്ടർ മുകേഷ് സർ. ക്വസ്റ്റ്യൻ ആൻസർ സെഷനുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ Q&A സെഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. മഹേഷ് സാർ അതിന് മറുപടി പറയുന്നതായിരിക്കും. നിലവിൽ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും സാർ, സംസാരിക്കൂ. ഞാന് കുറെ കാലങ്ങൾക്ക് മുമ്പ് യോഗ ചെയ്യണം എന്ന ആഗ്രഹം വന്നിട്ട് കിട്ടിയ ഒരു ആചാര്യനിൽ നിന്ന് സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ എന്ന് പറഞ്ഞൊരു യോഗ കുറച്ചു കാലം ചെയ്തു. മറ്റു ചില അസൗകര്യങ്ങൾ കൊണ്ട് അത് ഡിസ്കണ്ടിന്യൂഡ് ആയി.